Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10ലെ ഇംഗ്ലീഷ് CBSE NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 1 ആണ്. അതിനു മുന്നേ നമുക്ക് ഈ ഈ നമ്മുടെ ഈ ഇയറിലെ ഓരോ ലെസൺസും ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ലെസൺ നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണുള്ളത്, ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ്. അപ്പോൾ അതിൽ ഓരോന്നിലെയും ലെസൺസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിൽ ആണെങ്കിൽ ലെറ്റർ ടു ഗോഡ്, നെൽസൺ മണ്ടേല, 2 സ്റ്റോറീസ് അബൌട്ട് ഫ്ലൈയിങ്, from Diary of Anne Frank, 100 Dresses 1 and Part 2, Glimpse of India, Mitchell the Author, Madam Writes Best, Selman at Banaras, The Proposal. നമ്മുടെ രണ്ടാമത്തെ ചെറിയ ടെക്സ്റ്റ് ബുക്കാണ് ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ്. അതിൽ ദ ട്രംപ് ഓഫ് സർജറി, മിഡ് നൈറ്റ് വിസിറ്റർ, എ ക്വസ്റ്റ്യൻ ഓഫ് ട്രസ്റ്റ്, ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ്, ദ മേക്കിംഗ് ഓഫ് സയന്റിസ്റ്റ് നെക്ലസ്, ഹാക്ക് ഡ്രൈവർ, ബോളി, ദ ബുക്ക് ദാറ്റ് സേവ് ദ എർത്ത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ഇടയ്ക്ക് നമുക്ക് പോയംസ് ഉണ്ട് എല്ലാ ലെസൺസിലും. അപ്പോൾ അതുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് വാസ്റ്റ് ആണ്. ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലെസൺ എന്ന് പറഞ്ഞാൽ എ ലെറ്റർ ടു ഗോഡ്, വിച്ച് ഇസ് റിട്ടൺ ബൈ G.L. Fuentes. In the story, it revolves around the idea of having unquestionable belief in something. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത കുറെ വിശ്വാസങ്ങളുണ്ട് അല്ലെ. So, who is a farmer, who is the protagonist of the story, means main character, who writes a letter to God. God in ഒരു ലെറ്റർ എഴുതും, seeking help from the Almighty after discovering his entire crop yield destroyed by a devastating hailstorm. അപ്പോൾ നമ്മുടെ ഫാർമർ ലഞ്ചോടെ കൃഷിയെല്ലാം നശിച്ചുപോയി. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായ വലിയ ഹെയിൽ സ്റ്റോം വന്നു അല്ലെ, അങ്ങനെ എല്ലാ കൃഷിയും നശിച്ചുപോയി. അപ്പൊ ഗോഡിന്റെ അടുത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ലെഞ്ചോ കോമ്പൻസേഷൻ തരാൻ പറയുകയാണ്. ഓക്കെ, ഓൾദോ ഹി വിഷസ് ഫിൽ partially, if not completely, he is ungrateful in the end. The question, the honest and modest postmaster who actually helped him with the money in the name of God. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സസ്പെൻസ് പൊളിക്കണം അല്ലെ. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ആണ് ആക്ച്വലി ലെഞ്ചോന് മണി അയച്ചു കൊടുത്തത് ഇൻ നെയിം ഓഫ് ഗോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. The house, the only one in the entire valley, sat on the crescent of a lower hill. From its height, one could see the river and the field of ripened corn, dotted with the flowers that always promised a good harvest. The only thing the earth needed was a downpour, or at least a shower. Throughout the morning, Lenjo, who knew his field intimately, had done nothing else but sees the sky towards the നോർത്ത് ഈസ്റ്റ്. അപ്പം നമ്മുടെ മെയിൻ ക്യാരക്ടർ ലെഞ്ചോയുടെ ഹൗസ് എന്ന് പറയുന്നത് ആ വാലിയിലെ ഒറ്റൊരു വീടാണ് ലെഞ്ചോയുടെ ഹൗസ് അല്ലെ. ഇറ്റ് ഈസ് ഇൻ ദ ക്രസന്റ് ഓഫ് ദ ലോവർ ഹിൽ. ഓക്കെ, ആ ഹൈറ്റിൽ നിന്ന് നോക്കിയാൽ ലെഞ്ചോന് എന്തൊക്കെ കാണാം? റിവേഴ്സ്, അതുപോലെ തന്നെ ലെഞ്ചോയുടെ ഫീൽഡ് വിച്ച് ഇസ് ഫുൾ ഓഫ് ക്രോപ്സ് ആൻഡ് ഫ്ലവർ മീൻസ് ഹാർവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന പാടങ്ങൾ കാണാം. ആൻഡ് ദ ഓൺലി വൺ തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺപോർ, ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. മഴയൊക്കെയാണ് അവിടെ വേണ്ടത്. ഓൾദോ ദ മോർണിംഗ് ലെഞ്ചോ ഹു ന്യൂസ് ഹിസ് ഫീൽഡ് ഇന്റിമേറ്റ്ലി ഹാഡ് ഡൺ നത്തിങ് എൽസ്. അപ്പോൾ ലെഞ്ചോന് പുള്ളിക്കാരൻ്റെ ഫീൽഡിനെ പറ്റി നല്ല ധാരണയുണ്ട്. അപ്പോൾ ലെഞ്ചോ എല്ലാ വർക്കുകളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സ്കൈ നോക്കും, നോർത്ത് ഈസ്റ്റിലോട്ടുള്ള സ്കൈ എങ്ങനെയെന്ന് നോക്കും എല്ലാ ദിവസവും. Now we are really going to get some water, woman. വിമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിസ് വൈഫിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ വുമൻ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ മീൻസ് ഡിന്നർ, റിപ്ലൈഡ് യെസ് ഗോഡ് വില്ലിങ്. അപ്പോൾ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇവിടെയൊക്കെ മഴ പെയ്യും, നമുക്ക് ഇന്ന് കുറച്ച് വെള്ളം കിട്ടും എന്നാണ് പറയുന്നത്. ദ ഓൾഡർ ബോയ്സ് വർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. അപ്പൊ ഇയാളുടെ സണ്ണ് പുത്രന്മാർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വൈൽ ദ സ്മോളർ വൺ വാസ് പ്ലേയിങ് നിയർ ദ ഹൗസ്. ചെറിയ കുട്ടി എവിടെയായിരുന്നു? കളിക്കായിരുന്നു. അൺടിൽ ദ വുമൻ കോൾഡ് ദം കം ഫോർ ഡിന്നർ. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ മീൽ ജസ്റ്റ് എ ലെഞ്ചോ ഹാസ് predicted a big drop of rain began to fall. In the northeast, huge mountains of clouds has been seen approaching. അപ്പോൾ എപ്പോൾ വരെയാണ് കുട്ടികൾ കളിക്കുകയും അതുപോലെ തന്നെ ഫീൽഡിൽ പണിയെടുക്കുകയും ചെയ്യുന്നത്? ഡിന്നർ കഴിക്കാൻ വിളിക്കുന്ന സമയം വരെ അവർ കളിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ലഞ്ച് നോക്കിയപ്പോൾ എന്താണ്? ഒരു നല്ല മഴക്കുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? നോർത്ത് ഈസ്റ്റ് മൗണ്ടെയ്ൻസിന്റെ അവിടെ നല്ല ഇരുണ്ട മേഘങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഫ്രഷ് വാട്ടർ ആൻഡ് വെള്ളമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ലെഞ്ചോ ഇരിക്കുന്നത്. ദ മാൻ വെന്റ് ഔട്ട് ഫോർ നോ അതർ റീസൺ ദാൻ ഹാവ് ദ പ്ലഷർ ഫീലിംഗ് ദാറ്റ് റെയിൻ ഓൺ ഹിസ് ബോഡി. അപ്പൊ മഴത്തുള്ളി ഒരെണ്ണം നമ്മുടെ ലെഞ്ചോടെ മേത്ത് വീണു അല്ലെ, ഇവിടെ പറയുന്നുണ്ട്.
വൺ ഡ്രോപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ വെള്ളത്തുള്ളി വീണേന്റെ സന്തോഷത്തില് എന്ത് ചെയ്തു, ലെഞ്ചോ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വെൻ ഹി റിട്ടേൺ ഹി എക്സ്ക്ലെയിം, ദീസ് ആർ ഇൻ റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. ഇത് റെയിൻ ഡ്രോപ്സ് അല്ല, ഇവിടെ ലെഞ്ചോ കമ്പയർ ചെയ്യാണ് റെയിൻ ഡ്രോപ്സിന് എന്തായിട്ട്, ദീസ് ആർ ദ കോയിൻസ് ന്യൂ കോയിൻസ്, ഇത് പുതിയ കോയിൻസ് ആണ്. ദ ബിഗ്ഗർ ഡ്രോപ്സ് ആർ 10 സെന്റ് പൈസ ആൻഡ് ദ ലിറ്റിൽ വൺ ആർ 5. അപ്പൊ അത് പൈസ ആയിട്ട് കമ്പയർ ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ. With a satisfied expression, he regarded the field of ripened corn with its flowers wrapped in a curtain of rain. But suddenly, a strong wind began to blow along with the rain. Very large hailstones began to fall. These truly did resemble the new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen pearls. അപ്പൊ നമ്മൾ ആക്ച്വലി കേരളത്തിലുള്ളവരൊന്നും ഹെയിൽ സ്റ്റോം അധികം കണ്ടിട്ടുണ്ടാവത്തില്ല. ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെയൊക്കെ ആലിപ്പഴം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്നും അധികം അത് വീഴാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്റ്റൽ ബോൾ, വാട്ടർ ക്രിസ്റ്റൽ ബോൾ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ്സ് എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഉള്ള എന്താണ് ബോൾസ് ആണ്. ഓക്കെ, ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ പതുക്കെ എന്ത് സംഭവിച്ചു, കാറ്റ് വീശി തുടങ്ങി. കാറ്റ് വീശിയപ്പോ ഈ കാർമേഘങ്ങളൊക്കെ നീങ്ങി ഹെയിൽ സ്റ്റോണിന്റെ മേഘങ്ങൾ ഫോം ചെയ്ത് തുടങ്ങി. ഹെയിൽ സ്റ്റോം എന്ത് ചെയ്ത്, ഹെയിൽ സ്റ്റോം ആക്ച്വലി നമ്മൾ സോളിഡ് ആയിട്ട് നല്ല നമ്മുടെ തലയിലൊക്കെ വീണ നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. ബോയ്സ് എന്ത് ചെയ്ത്, പുത്രന്മാരെ ഓടിച്ചെന്ന് പുറത്തിറങ്ങിയിട്ട് ഈ ഫ്രോസൺ പേൾസ് കളക്ട് ചെയ്യാൻ. നമ്മളൊരു ബോൾ പോലെയൊക്കെ ആയിരിക്കും ഈ ഇത് ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, ദ മാൻ എക്സ്ക്ലെയിംഡ് ദ മാൻ. ഐ ഹോപ്പ് ഇറ്റ് പാസ് ക്വിക്ലി. It does not pass quickly, for an half the hail rained the house, the garden, the hills, the cornfield, on the whole valley. The field was white as it covered with salt. അപ്പൊ എന്ത് സംഭവിച്ചു, ഇത് പെട്ടെന്ന് മാറണേ എന്ന് നമ്മുടെ ലെഞ്ചു വിചാരിച്ചു. ബട്ട് അത് മാറിയില്ല. കുറെ ടൈം അവിടെ ഉണ്ടായിരുന്നു. ഹെയിൽ സ്റ്റോം വീണു. എവിടെയൊക്കെ വീണു, വീട്ടിലും ഗാർഡനിലും ഹിൽ സൈഡിലും കോൺഫീൽഡ് നിറയെ വീണു. ഈ കോൺഫീൽഡ് ഇപ്പൊ നോക്കുമ്പോ എന്താണ്, ഒരു സോൾട്ട് കവർ ചെയ്തേക്കണ പോലെയാണ് ആക്ച്വലി കാണുന്നത്, കാരണം മൊത്തം വൈറ്റ് ആണ്. ഓക്കെ, നോട്ട് എ ലീഫ് റിമൈൻ ഓൺ ദ ട്രീ. The corn was totally destroyed. The flowers were gone from the plant. Lenjo's soul was filled with sadness. When the storm had passed, he stood in the middle of the field and said to his son, a plague of locusts would have left more than this. The hail has nothing left. This year we will have no corn. That night was sorrowful one. All our work for nothing. There is no one who can help us. We will all go hungry this year. അപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ലഞ്ച് നോക്കിയപ്പോ ഒരെല പോലും ബാക്കിയില്ല. കോണിന്റെ ഒരു പൂ പോലും, പൂത്ത് നിന്ന പാടത്തിലൊരു പൂ പോലും ഇല്ല. കാരണം എല്ലാ കോൺസും എല്ലാനും ഡിസ്ട്രോയിഡ് ആയി. ഓക്കെ, ലെഞ്ചോ ആക്ച്വലി ഭയങ്കര സാഡ് ആയി. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോം പോയി. അത് കഴിഞ്ഞ് ഫീൽഡിലോട്ട് നോക്കിയിട്ട് ലെഞ്ചോ സണ്ണിനോട് എന്ത് പറഞ്ഞു, ഇതിലും വേദം എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഇരിക്കലായിരുന്നു, പ്ലേഗ്, എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരലായിരുന്നു. ലെഫ്റ്റ് മോർ ദാൻ ദിസ്, ഇതിൽ കൂടുതൽ ബാക്കി വെച്ചാർന്നേ എന്ന് പറഞ്ഞു. ദ ഹെയിൽ ഹാസ് നത്തിങ് ലെഫ്റ്റ്. ഹെയിൽ വന്നതോടുകൂടി ഒന്നുമില്ല. ഈ വർഷം നമുക്ക് കോൺ ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെടുത്ത വർക്ക് മൊത്തം വേസ്റ്റ് ആയി. നമ്മൾ ഈ കൊല്ലം മൊത്തം ഹംഗ്രി ആയിരിക്കും, മീൻസ് നമുക്ക് ദാരിദ്ര്യമായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. But in the heart of all lived the solitary house in the middle of the valley. This was a single hope, help from God. അപ്പൊ ഗോഡ് രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയിൽ എൻജോക്ക് ഉണ്ടായിരുന്നു. Don't be so upset even though this seems like total loss. Remember, no one dies of hunger. That is why they say no one dies of hunger. അപ്പൊ ആരും വിശന്ന് മരിക്കത്തില്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറഞ്ഞു. Although the night the Lenjo thought only of his one hope. ആ ഒരു പ്രതീക്ഷയിൽ ലെഞ്ചോ കിടന്നു. The help of God whose eyes have been instructed seeing everything, even what is deep in one's conscience. അപ്പൊ ഗോഡിന് അറിയാലോ എന്താ സംഭവിച്ചത്, എന്തായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ, ഇന്നർ മൈൻഡിൽ എന്താന്നുള്ളത് വരെ അറിയാവുന്നവനാണ് ദൈവം, അല്ലെ. ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്. അപ്പൊ ഒരു കാളെ പോലെ കിടന്നാണ് ലെഞ്ചോ ആ ഫീൽഡിൽ പണിയെടുത്തത്. ബട്ട് സ്റ്റിൽ ഹി നോ ഹൗ ടു റൈഡ്. അങ്ങനെ വിചാരിച്ചു,
ഒരു ലെറ്റർ എഴുതാം. The following Sunday at daybreak he began write a letter which himself would carry to the town place in the mail. It was nothing but less than a letter to God. അങ്ങനെ ലെഞ്ചോ ഒരു സൺഡേക്ക് മുന്നത്തെ ദിവസം ഇരുന്ന് അല്ല സൺഡേ ഇരുന്ന് ലെറ്റർ ഒക്കെ എഴുതി പിറ്റേ ദിവസം എന്ത് ചെയ്ത് കൊണ്ടുപോയി മെയിൽ പോസ്റ്റ് ചെയ്തു. If you don't help me, my family and I will go hunger this year. I need 100 pesos. Pesos is actually നമ്മുടെ ഇവിടെ റുപ്പീസ് എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അവിടുത്തെ നോട്ട് പോലത്തെ ഒരു സംഭവമായിരിക്കും പെസോ. In order to sow my field again and leave until the crop becomes, because the hailstorm, he wrote to the god. On the envelope he put the letter inside, and still trouble went to the town. At the post office he placed a stamp on the letter and dropped it into the mailbox. അപ്പോൾ ഗോഡ് എന്ന് പറഞ്ഞ് എഴുതി. ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോഡ്, താങ്കൾക്ക് അറിയാലോ എന്താണ്, എൻ്റെ ഫാമിലിയും ഞാനും ഒക്കെ ഈ കൊല്ലം അല്ലെങ്കിൽ ഹങ്കറിൽ പോവും, എനിക്ക് അതുകൊണ്ട് 100 പെസോസ് വേണം. ഓക്കെ, ഇൻ ഓർഡർ ടു എനിക്ക് അടുത്തത് എൻ്റെ പാടത്ത് എന്താണ് അടുത്ത ക്രോപ്സ് ഇടാനായിട്ട് എനിക്ക് ഇത്രയും പൈസ വേണം. എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഇന്നലെ നടന്ന ആ ഇൻസിഡന്റ് മൊത്തം ലെഞ്ചോ ആ ലെറ്ററിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് ടു ഗോഡ് എന്നാണ് ആ ലെറ്റർ എഴുതിയത്. അങ്ങനെ ലെറ്റർ എഴുതി ലെഞ്ച് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ സ്റ്റാമ്പ് വെച്ചിട്ട് പ്ലേസ് ചെയ്ത്. ഓക്കെ, the one of the employee who was the postman also helped at the post office, went to his boss laughing heartily and showed him the letter to God. Never in his career a postman had known that address. The postmaster, a fat, അപ്പോൾ പോസ്റ്റ് മാസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. പോസ്റ്റ് മാസ്റ്റർ എങ്ങനെയുള്ള ആളാണ്? ഫാറ്റ്, എമേബിയൽ ഫെല്ലോ, also broke out laughing. Okay, but also immediately he turned seriously and tapping the letter on his desk commented, what faith! I wish I had the faith of the man who wrote this letter, starting up correspondence with God. Okay, അപ്പോൾ എന്ത് ചെയ്തു? ഒരു എംപ്ലോയി പോസ്റ്റ്മാൻ ഈ ഒരു അഡ്രസ്സ് ഇതുവരെ കണ്ടിട്ടില്ല, ഇതെന്ത് അഡ്രസ്സാന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടും പോസ്റ്റ് മാസ്റ്റർ ഒരു ബിഗ് ഫാറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അയാളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ അവരുടെ കരിയറിൽ ഇതുവരെ അവർ ആരും ഇതുപോലത്തെ ഒരു ലെറ്റർ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ഇത് വായിച്ചിട്ട് വാട്ട് എ ഫെയ്ത്ത് അല്ലെങ്കിൽ വാട്ട് ഫെയ്ത്ത്, എന്തൊരു വിധി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്നും ഒരാൾക്കും വരരുത്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. The following Sunday, Lenjo came a bit earlier than as usual to ask if there were a letter for him. It was the postman himself who handed the letter to him, while the postmaster, experiencing the contentment of a man who has performed a good deed, looking on from his office. Lenjo showed not the slight surprising to see the money. Such was his confidence, and he became angry when he counted the money. The god could have made the mistake, or nor could have he denied Lenjo what he had requested. അപ്പോൾ ലെഞ്ചോ ഒരു ഇത്തിരി നേരത്തെ വന്നു. നെക്സ്റ്റ് സൺഡേ ലെറ്റർ വന്നിട്ടുണ്ടോ? അപ്പോൾ ലെറ്റർ ആക്ച്വലി പോസ്റ്റ്മാൻ എടുത്തിട്ട് പോസ്റ്റ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കിയപ്പോ എന്താണ്, ദർ വാസ് മണി. അപ്പൊ ലെഞ്ചു ഭയങ്കര ആംഗ്രി ആയതുകൊണ്ടായിരുന്നു അവന് ചോദിച്ചത്ര പൈസ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, immediately Lencho went up the window to ask for the paper and ink. അപ്പോൾ ഒരു പേപ്പറും പെന്നും തരാൻ പറഞ്ഞു. On the public writing table he started to write with much wrinkle of his brow caused by the effort he had to make to express his idea. When he finished, he went to the window to buy a stamp, which he licked and then affected to the envelope with a blow of his fist. The moment the letter fell into the mailbox, the postmaster went to open it. It said, God, of the money that I asked for, only 70 pesos reached me. Send me the rest, since I need it very much. But don't send it to me through the mail, because the post office employees are a bunch of crooks. ലെഞ്ചോ. അപ്പോൾ ലെഞ്ചോ എന്ത് ചെയ്തു? വേഗം പബ്ലിക് ടേബിളിൽ പോയിട്ട് വേഗം എടുത്ത് ലെറ്റർ എഴുതിയിട്ട് എന്ത് പറഞ്ഞു? ഗോഡ്, ഞാൻ ചോദിച്ച പൈസ ഇതിലില്ല, ഇതിലാകെ 70 പെസോസ് മാത്രമേ ഉള്ളൂ, എനിക്ക് കംപ്ലീറ്റ് മണി വേണം. ഞാൻ ചോദിച്ചത് ഇനി അയക്കുമ്പം മെയിൽ വഴി അയക്കണ്ട. കാരണം എന്താണ്, ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് ഒക്കെ കള്ളന്മാരായിരിക്കും. സോ എനിക്ക് ഡയറക്റ്റ് തന്നാൽ മതി, ഇതുവഴി അയക്കണ്ട എന്നാണ് ലെഞ്ചോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇത് ആരായിരിക്കും അയച്ചിട്ടുണ്ടാവുക? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ആണ് ഈ ഒരു
എമൗണ്ട് ലഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. സോ താങ്ക് യു.